Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, എനിക്കൊരു ചെറിയൊരു സൈലൻസ് ഉണ്ട് കേട്ടോ ഇന്ന്. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സന്തോഷക്കുറവുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ്റെ പേര് ഓർത്തിട്ടാ ശരിക്കും ഒരു സൈലൻസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു പേര് ആലോചിച്ചപ്പോൾ എങ്ങനെ പറയും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1955 തൊട്ടേ ഉള്ളതാന്നു ഈ ചിക്കൻ. അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ചിക്കൻ ഉണ്ട്, ചിക്കൻ തെറിയാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ ഉണ്ട് ഫ്ലേവേർഡ്. ആ ഡിഷ് ഉണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് കുറച്ച് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ചിക്കനാന്നു നമ്മൾ പെട്ടെന്ന്, അതായത് ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് അന്ന് കണ്ടുപിടിച്ച് ഏറ്റവും എളുപ്പമായിട്ടും നമുക്ക് അന്നേരം നമ്മുടെ മുന്നിൽ കണ്ട എല്ലാ വെച്ചിട്ടാന്നു അന്നുണ്ടാക്കിയ ഒരു ചിക്കനായത്. പക്ഷേ ഇതിനകത്ത് അന്ന് ഉണ്ടാക്കിയ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർക്കുകയില്ല. കാര്യം വെച്ചാൽ അന്നൊന്നും സോസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിങ്ങനെ നമ്മളിപ്പോൾ 20th സെഞ്ച്വറിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിനിങ്ങനെ പിന്നെ പറയുക പരിഷ്കരിച്ചിങ്ങനെ വന്നപ്പോഴത്തേനാണ് സോയാ സോസൊക്കെ വന്നത്. ഇത്രയൊക്കെ കഥ പറഞ്ഞിട്ടും മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കാന്ന് വെച്ചാൽ ചിരിക്കരുതേ. കാര്യം എന്താ വെച്ചാൽ ഈ ചിക്കൻ്റെ പേര് ഗ്രിൽഡ് ഹുളി ചിക്കൻ. ഗ്രിൽഡ് ഹുളി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിരിക്കരുതാ, പേര് പോലെ നമ്മൾ ചിരി ഇതെന്ത് ചിക്കൻ എന്നൊന്നും ആലോചിക്കല്ലേ. ബെസ്റ്റ് സ്റ്റാർട്ടർ ആയിരുന്നു. പിന്നെ ഇതൊരു സീസണൽ ആയിട്ട് നമുക്ക് എടുക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടാണ്. പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണം എന്നുണ്ട്. പക്ഷേ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യം, അതായത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നറിയാമല്ലോ. എന്നാൽ ചില കേസസൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇത് വരുവേല. ഇപ്പം ഞാനിവിടെ എന്നാ ചെയ്യാമെന്ന് 2 ഓപ്ഷൻ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ അരമണിക്കൂറാന്നേ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് കുക്ക് ചെയ്യുന്നത്. അന്നേരം പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചുമൊക്കെ എടുക്കുമ്പോഴത്തേന് നേരം പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരെ വില്ലയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു രാത്രി മൊത്തം ഒരു എന്നാ പറയുന്നത് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചാൽ മതി. ഇനി ഹുളി ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രിൽഡാന്നു, അതുകൊണ്ട് ചുട്ടെടുക്കുവാന്നു ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്നാന്നറിയണ്ടേ? വലിയ ബഹളമൊന്നുമില്ല കേട്ടോ, പേര് പോലെ. ഇത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ് മേടിച്ചേക്കുന്നത്. അതല്ല ബോൺ ഉള്ളതാന്നേല അതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ്. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്. പിന്നെ വേണ്ടിയ കുറച്ച് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ഉരുക്കി ചേർത്തേച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് കെച്ചപ്പ്. പിന്നെ ഇത് ഞാൻ പറയണ്ടല്ലോ, ഇത് ഇച്ചിരി ഉപ്പാന്നേ. പിന്നെയാന്നു എനിക്ക് വേണ്ടിയത് ഇച്ചിരി ചിക്കൻ്റെ സ്റ്റോക്കാണ് വേണ്ടി. അതൊരു എന്നാ പറയുന്നത്, കുറച്ച് നമ്മുടെ ചിക്കൻ വേവാനായിട്ട് വേണ്ടിയതേ. ചിക്കനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ കൊള്ളുവില. ഇതാന്നേൽ ഒത്തിരി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. വെച്ചാൽ ആ ചിക്കനേലൊന്ന് പെരളണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതേ കൂട്ട് തന്നെയാന്നു നമ്മൾ വെളുത്തുള്ളിയും അരിഞ്ഞേക്കുന്നത്. ഏറ്റവും കുഞ്ഞാക്കാവോ അത്രയും കുഞ്ഞാക്കിയേക്കുക. പിന്നെ കുറച്ച് ഉള്ളിത്തണ്ടേ. പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞതുണ്ടേ. ഇതെന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ ഇട്ടല്ലയോ ചിക്കൻ ഉണ്ടാക്കുന്നത്. അന്നേരം അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യണ്ടേ, നമ്മളതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിലേഷൻ, അതായത് അതിൻ്റെ ബന്ധുക്കളെയൊക്കെ സൈഡിൽ വെച്ചേച്ച് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി വെച്ചേക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി സാലഡ് കൊടുക്കാം. ഇത് ചിക്കൻ ബേസിക്കലി ഒരു സ്റ്റാർട്ടറാന്നു. ഇപ്പം ഹെൽത്ത് നോക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ സാലഡ് എന്നാ പറയുന്നത് വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മിക്ക ഇപ്പോഴത്തെ വരുന്ന യൂത്ത് പിള്ളേർക്ക് എല്ലാവർക്കും ഈ കൂടുതലും ചിക്കനോട് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ചിക്കൻ സാലഡാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചിക്കൻ, അതായത് ഇത് ഉപ്പും കുരുമുളകും മാത്രം വേവിച്ചേക്കുക. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ക്യാരറ്റ്, ഇച്ചിരി ക്യാബേജ്. പിന്നെ വേണ്ടിയത് കുറച്ച് മയോണൈസ്. ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ
ചേർക്കാനാണേൽ ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഇത്രയും മാത്രം മതി നമുക്ക്. ഇത് നമുക്ക് പെരട്ടാനായിട്ടേ ഒരു ബൗൾ എടുക്കാം. അതായത് ആദ്യമേ നമ്മൾ ചിക്കനിലോട്ട് പെരട്ടണ്ട, പ്രത്യേകം ആ സോസ് എല്ലാം ഒന്ന് ചേർത്തേച്ചും ചിക്കനിലോട്ട് പെരട്ടാം. കാര്യം എന്നാന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ ഗ്രിൽ ചെയ്യാൻ എടുത്തില്ലേ, അതായത് നമ്മൾ ചുടാനായിട്ട് ഇടുമ്പോഴത്തേന് ആ ചിക്കനേൽ ഇച്ചിരി ഒന്ന് തൂത്തു കൊടുക്കണം. അന്നേരം ആ സോസ് നമ്മൾ ഇച്ചിരി അങ്ങോട്ട് സേവ് ചെയ്താലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് നമുക്കൊരു ബൗളിനകത്ത് നമുക്ക് ഈ സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസാണേ. ചിക്കൻ്റെ അളവ് അനുസരിച്ച് വെച്ചാൽ ഒത്തിരി പഴുത്തതല്ല കേട്ടോ, പഴുത്തിട്ട് പൈനാപ്പിൾ എടുക്കല്ല, അതിന് ഇച്ചിരി മധുരം കാണും. എന്നാൽ പഴുത്ത് വരുവേല, ഇച്ചിരി മധുരവും ഉണ്ട്, എന്നാൽ ഇച്ചിരി പുളിപ്പും ഉള്ള കൂട്ടത്തിലുള്ള നല്ല ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കുന്ന ജ്യൂസാണ് ഇത്. നമ്മുടെ ചിക്കൻ്റെ അളവ് നോക്കിയേച്ചും ചേർത്തേച്ചാൽ മതി. അത് എത്ര കപ്പ എന്നൊക്കെ പറയാൻ ഒക്കെയല്ലോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ്, പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര, അതായത് ബ്രൗൺ ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ആയാലും മതി. ഈ ബ്രൗൺ ഷുഗർ ഇടുന്നതിൻ്റെ ഒരു വ്യത്യാസം അതിനുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും ഇത് കരുതുവേലല്ലോ, നമ്മുടെ കയ്യിലൊക്കെ വെള്ള പഞ്ചസാരയല്ലേ ഉള്ളേ. അന്നേരം പിന്നെ കരുതുവേലാത്തോണ്ട് ഞാൻ പറയുക ഓപ്ഷണലായിട്ടെ. അത് കഴിഞ്ഞേച്ച് ഒരു ഇച്ചിരി കെച്ചപ്പ്, കുറച്ച് ഉപ്പിട്ടേച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ നമ്മുടെ സോസയിലൊക്കെ ഉപ്പുണ്ട്, അന്നേരം ഒത്തിരി ഒന്നും ഇടല്ലേ. പിന്നെ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഇത്, ചിക്കൻ സ്റ്റോക്ക്, അത് ഒരു ഇച്ചിരി ഒഴിക്കണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മൾ എത്രയാ ചിക്കൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇഞ്ചി, അതായത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു 3/4 കിലോ കാണുവേ, അന്നേരം ഒരു 3/4 സ്പൂൺ മതിയോ. അതേ കൂട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതിനെ അങ്ങോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തേച്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സോസും എല്ലാം അങ്ങ് ചേരണേ. ഇതിനകത്തോട്ട് ഒരു 2-3, അതായത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്നത്, ഒരു ഹാഫ്, നമ്മുടെ 4-5 വിരലും കൂടെ കൂട്ടി എടുക്കുകയല്ലേ നമ്മുടെ ഉള്ളി തണ്ട്, അന്നേരം അത്രയും എടുക്കുന്ന മതി. അതായത് ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഇവിടെ ഇരിക്കട്ടെ. എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇടാം. ഈ ചിക്കൻ ആണെങ്കിൽ ഞാൻ ഒരു ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ടാണ് മുറിച്ചേക്കുന്നത്. അന്നേരം നമ്മുടെ ഈ എന്നാ പറയുന്നത് സാധാ കറി കഷ്ണം ആന്നേൽ തീരെ അങ്ങോട്ട് കുഞ്ഞാക്കണ്ട, അത് വറുത്ത് വരുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങും. അന്നേരം അത്രയും കുഞ്ഞാക്കല്ല, ഒരു ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ച് മേടിച്ചോണം. ഇതിനകത്തോട്ട് നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഇല്ലയോ, അതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. ഇതിനാന്നേലേ ഒരുപാട് എന്നാ പറയുന്നത് എരിവൊന്നും കാണുവേല. കാര്യം വെച്ചാൽ നമ്മൾ ഇതുവരെ ചേർത്തേക്കുന്ന ഒന്നും എരിവില്ലല്ലോ. അന്ന് ആ ചിക്കൻ ഇച്ചിരി എരിവില്ലേൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ വഴക്ക് പറയും, എന്നതാ ഇറച്ചി മീനും ഒക്കെ ആണെങ്കിലും ഇച്ചിരി എരിവ് വേണ്ടതെന്ന് പറയും. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടേഴ്സ് തന്നെ നമ്മൾ ഒത്തിരി സ്പൈസി ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ബാക്കി നമ്മുടെ ഭക്ഷണം ഒന്നും കഴിക്കാനൊക്കെയല്ല. അതുകൊണ്ട് ഞാനിവിടെ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൈറ്റ് പെപ്പർ പൗഡർ കുറച്ചിടുക. എന്നാൽ ഒത്തിരി സ്പൈസി ആവത്തില്ല, വൈറ്റ് പെപ്പർ കുറച്ചേ ആവത്തുള്ളൂ. എന്നാലും അപ്പനും അമ്മയോ ഒക്കെ ചോദിക്കുവാന്നേലേ നമുക്ക് പറയാലോ, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാം.
ഇപ്പോൾ ഉപ്പുണ്ട്, മൈൽഡായിട്ട് ഒരു ഇച്ചിരി എരിവുണ്ട്, അത് കഴിഞ്ഞിട്ട് പുളിയുണ്ട്, സോസിൻ്റെ ഒക്കെ ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ നമ്മളൊരു ഒരു ബൗളിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പേപ്പർ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് സിപ്പ് ലോക്ക് ബാഗ് ഇല്ലേ, അതിനകത്തോട്ട് ആക്കി വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു ഫുൾ നൈറ്റ് വെക്കുവാന്നേൽ ആന്നു ഏറ്റവും നല്ല. അതല്ല പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് എന്നാന്ന് വെച്ചാൽ ഈ അരമണിക്കൂറിനകത്തൊന്നും വെച്ചാൽ ഇത് നോക്കിയേല, ചിക്കനേലൊന്നും പിടിക്കുവേല. അതുകൊണ്ട് ഞാൻ ഇതിനെ വേവിച്ചെടുത്തേച്ച് എന്നാ ചെയ്യണമെന്നോ, ഈ സോസ് കംപ്ലീറ്റ് വറ്റി അതിനകത്തോട്ട് ആ ചിക്കനേൽ മൊത്തം പിടിക്കണം. അതാ അതിൻ്റെ കണക്ക്. അപ്പം ഇത് ഇവിടെ നിന്ന് വേവട്ടെ. ഈ സമയത്ത് എന്നാ ചെയ്യുന്ന പറയും, ഞാനൊരു സാലഡിൻ്റെ കാര്യം പറഞ്ഞില്ലായോ, അന്നേരം ആ സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി എളുപ്പമാണ്. ഈ സാലഡ് ചേർക്കുമ്പോഴത്തേനും ഒറ്റ കാര്യം ആലോചിക്കാവുള്ളൂ. ഞാൻ ഇതിനകത്ത് ക്യാബേജും ക്യാരറ്റും ആ ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് ഒത്തിരി ഉപയോഗിക്കല്ല. ക്യാബേജ് കൂടി നിന്നിട്ട് ക്യാരറ്റ് ഇച്ചിരി അവിടെ ഇവിടെ നിറം ഒന്ന് കിട്ടിയേച്ചാൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാബേജാണ്. എത്ര കുഞ്ഞാക്കി അരിയാമോ അത്രയും കുഞ്ഞാക്കി അരിഞ്ഞേച്ചാൽ മതി. വലിയ വലിയ കഷ്ണങ്ങൾ വേണ്ടായേ. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്യാരറ്റ്, ഒത്തിരി വേണ്ട. ഒത്തിരി ക്യാരറ്റ് ഇടുവാന്നേൽ എന്നാ പറ്റുമെന്നോ, അത് ഈ പറഞ്ഞ കൂട്ട് ചുമന്നു പോവും, അത് വേണ്ട. ഇതിനകത്തോട്ട് ഇച്ചിരി മയോണൈസ്, എഗ്ലെസ്സും ഉണ്ട്, എഗ്ഗ് ഉള്ളതും ഉണ്ട്. നമ്മുടെ ഇഷ്ടം. എഗ്ഗ് ഉള്ളതാ കുറച്ചുകൂടി ടേസ്റ്റേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. വൈറ്റ് പെപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാന്ന് പറയുക, വൈറ്റ് പെപ്പർ ഇടുന്ന എന്നാന്ന് വെച്ചാൽ അതൊരു ഇച്ചിരി എന്നാ പറയുന്നത്, ആ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. മറ്റേ ബ്ലാക്ക് ഇടുവാന്നേലും ഒരു ആഷ് കളർ വരും, അതിൻ്റെ നിറം അങ്ങ് പോവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കൂടി മയോണൈസ് ചേർക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് ചേർത്തായിരുന്നു. ഇനി എന്നാന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഒരു നുള്ള പഞ്ചസാര, ഒരു എന്നാ പറയുന്നത്, ഒത്തിരി ഇടരുത്, ഒരു പിഞ്ച്, അത് 2 ഫിംഗർ ചേർത്തിട്ട് ചേർന്ന പിഞ്ച് പഞ്ചസാര ഇട്ടേച്ചാൽ മതി. പിന്നെ ഇടേണ്ടത് നമ്മുടെ ചിക്കനാണ്. അത് ഈ ഉപ്പ് ഞാൻ അധികം ഇടാത്ത എന്നാന്ന് വെച്ചാലേ ചിക്കൻ ഉപ്പും ഇട്ടേച്ചാൽ വേവിച്ചേക്കുന്നത്. അന്നേരം ഇതും അതും എല്ലാം കൂടെ ആകുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുകയല്ലേ. ഇത് നല്ലതായിട്ട് പുരട്ടി വെച്ചേക്കുക. ഇപ്പം എപ്പോഴും ഉണ്ടല്ലോ കോസ്ലോ എന്നാ ചെയ്യണമെന്നറിയാവോ, ചിൽഡ് ആക്കിയിട്ട് കൊടുക്കാനാ ഏറ്റവും നല്ലത്. അപ്പം എന്നാ ചെയ്യണം, ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചോട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ശരിക്കും നമ്മുടെ ഗ്രിൽ പാനില്ലേ അത് മേടിച്ച് വെച്ചാൽ നമുക്ക് എന്നാ പറയുന്നത്, തന്തൂരിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പനീറായാലും ചിക്കൻ ആണേലും ഏതായാലും ഇത് ഫുൾ വറ്റി ആ ചിക്കനേൽ മൊത്തം ഒന്ന് പിടിക്കണേ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് വെളിയിൽ കിട്ടുന്ന കൂട്ടൊന്നും നമുക്ക് കളർ വരികയില്ല, ഈ ഉള്ള കളറൊക്കെ ഒക്കത്തുള്ളൂ. അന്നേരം എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് കഴിക്കാമല്ലോ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഒത്തിരി നോക്കുന്നവർക്ക് കളറൊന്നും ചേർക്കണ്ട. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പം ഒരു പ്രസൻറ്റേഷൻ ഫസ്റ്റ് അപ്പിയറൻസ് നല്ലതായിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ചേർത്തോ, പിന്നെ ചേർക്കണ്ട കേട്ടോ. നമുക്ക് ടേസ്റ്റും അതിൻ്റെ അപ്പിയറൻസും മനസ്സിലായി കഴിയും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒഴിച്ച സോസ് എല്ലാം നല്ലതായിട്ട് പറ്റി ആ ചിക്കനേൽ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ചേർത്തേക്കുന്ന സോസ് ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് അതിനകത്ത് തന്നെ ചിക്കനകത്ത് തന്നെ സോസ് നല്ല പിടിച്ചിരിക്കുക. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ബ്രഷ് ചെയ്യാൻ വേണമെങ്കിൽ, മസ്റ്റാണെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ചിക്കനകത്ത് ഗ്രില്ല് ചെയ്യുമ്പം. ഇനി നെക്സ്റ്റ് ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ, അല്ലെ പിന്നെ ഞാൻ എങ്ങനെ ഗ്രില്ല് ചെയ്യാൻ നോക്കുന്നത്. അതിന് മുമ്പ് നമുക്കൊരു സ്ട്രോബെറി വെച്ചിട്ട് ഒരു എന്നാ പറയുന്ന ഒരു ഷേക്ക് ഉണ്ടാക്കാം. അതായത് സ്ട്രോബെറിയും പിന്നെ വാനില ഐസ്ക്രീമും പിന്നെ ഒരു കേക്ക്, അതായത് വാനില കേക്ക്, അതായത് സ്ട്രോബെറി വെച്ചിട്ട് കേക്കും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോബെറി ഷേക്ക്, അത്രയും മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട. ഷേക്ക് ഈസ് ബേസിക്കലി മെയ്ഡ് അപ്പ് ഓഫ് മിൽക്ക് അല്ലേ. അന്നേരം നമുക്കൊരു ഇച്ചിരി പാല് വേണം. നല്ല ചിൽഡാണേ.
ഏറ്റവും നല്ലത് നമ്മൾ പാല് കാച്ചി അയച്ച് തണുപ്പിക്കാൻ വെക്കുന്നതാണ് നല്ലേ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് എടുത്തേക്കുന്നത് കുറച്ച് സ്ട്രോബെറിയാ. ഈ സ്ട്രോബെറി ഇച്ചിരി ഞാൻ പുഴുങ്ങിയേച്ച് വെച്ചേക്കും, അല്ലെന്നുണ്ടെങ്കിലല്ല കറ ചുവയ്ക്കും. പിന്നെ ഇത് കുറച്ച് കേക്ക്, വാനില കേക്കാ. പിന്നെ കുറച്ച് വാനില എസൻസാ. പിന്നെ ഇത് കുറച്ച് സ്ട്രോബെറി സിറപ്പ്. പിന്നെ ഇത് കുറച്ച് വാനില ഐസ്ക്രീം. ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി വിപ്പിംഗ് ക്രീമാണ് ഇത്. പക്ഷേ ഈ വിപ്പിംഗ് ക്രീം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല, അത്യാവശ്യമൊന്നുമില്ല. ഇത് ഞാൻ കാണിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ കേക്ക് മേടിച്ചേച്ചാലും മതി. ഇതിനകത്ത് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ള വാനില കേക്കാണ്. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ പറയാം. അതല്ല നമ്മൾ വിപ്പിംഗ് ക്രീം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കാനായിട്ടായത്. അപ്പം പിന്നെ ഇതല്ലേ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഇതാ കുറച്ചുകൂടെ നമുക്കും കംഫർട്ട്. ചുമ്മാ വിപ്പിംഗ് ക്രീം അന്വേഷിച്ച് ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും കിട്ടിയെന്ന് വരികയില്ല. അന്നേരം ഇതാ എളുപ്പം. അപ്പം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് ആറിയേ, അന്നേരം ഇതാ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ഇട്ടേച്ചും നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം. ഫ്രിഡ്ജിന്നൊക്കെ എടുക്കുവാന്നേൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് അങ്ങനെ ഇടാം, ഇങ്ങനെ വേവിക്കണ്ടല്ലോ. അന്നേരം പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വെള്ളമൊക്കെ വറ്റി അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടേച്ചാൽ മതി. ഇതും പക്ഷേ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം തന്നെയാണ് വേണ്ടിയത്. പക്ഷേ ഇപ്പം ഞാനൊരു ഇതിൽ വെന്തതാ, അന്നേരം ഏറ്റവും ബെസ്റ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഗ്രില്ല് ചെയ്യുന്ന അതിന് ആ ടേസ്റ്റും വരുള്ളൂ. പിന്നെ ധൃതി കൂടുതലാണെങ്കിലോ ഇച്ചിരി നേരം ഇതിൻ്റെ അടുപ്പിൻ്റെ മൂട്ടിൽ നിന്നേച്ച് ഇച്ചിരി വേഗം വേഗം എടുത്തേച്ചാലും മതി. ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടർ തൂത്തേച്ചാലും മതി. ഗ്രില്ല് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം എന്നാണെന്നറിയാവോ, നമ്മൾ ഈ ഗ്രില്ലിംഗ് പാനയിലുള്ളതിൻ്റെ ഈ വരയുണ്ടല്ലോ, അത് നമ്മുടെ ചിക്കനേൽ വരണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയുന്നത്, ഈ ചിക്കൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാതെ കുറുക വെച്ചാൽ മതിയേ, അന്നേരം ആ വര അങ്ങ് വീഴും. ഇതിനകത്ത് ഇപ്പം നല്ലതായിട്ട് എൻ്റെ കയ്യിൽ സോസ് നല്ല വൃത്തിയായിട്ട് അതിനകത്ത് പിടിച്ചേക്കുക. അന്നേരം ഞാൻ ഇനി ബ്രഷ് ചെയ്യാനായിട്ട് എടുക്കുകയില്ല. നമ്മൾ ചേർക്കുന്ന സോസ് ആണെങ്കിലും ഒരു ഇച്ചിരി കൂടുതലാണെങ്കിലും വിഷമിക്കേണ്ട. കാര്യം വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് നല്ല മുഴുത്തതായിട്ട് അരിഞ്ഞേച്ച് ഇച്ചിരി ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സോസിൽ മുക്കിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. പനീർ ആവാം, ടോഫു ആവാം, ഏതായാലും അല്ലേ ആ സോസിനകത്ത് ഇച്ചിരി മുക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി എന്നാ ചെയ്താൽ ഞാൻ ലോ ഫ്ലെയിം എപ്പോഴും നല്ലതെന്ന് പറഞ്ഞ് അന്നേരം നമ്മുടെ അടുക്കളപ്പണിയും നടക്കും. എനിക്കിവിടെ ആണെങ്കിലും ഇച്ചിരി ഉള്ള അടുക്കളപ്പണി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ജ്യൂസ് ഉണ്ടാക്കാനുള്ള പണിയേ ഉള്ളൂ. അതിന് മിക്സി എടുത്തിട്ട് വരട്ടെ. ഇതിൻ്റെ ഞാനിപ്പോൾ വേവിച്ചതായതുകൊണ്ടേ ഇതിന് പിന്നെ വലിയ വേവൊന്നും കാണുകയില്ല. അത് അങ്ങോട്ട് എന്നാ പറയുന്നത്, അതിൻ്റെ ഇച്ചിരി നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നോക്കുവാന്നേൽ അതിൻ്റെ ആ വര വന്നെന്നുണ്ടെങ്കിൽ അപ്പുറയും കൂടെ അങ്ങോട്ട് മൊരിച്ചങ്ങ് എടുത്തേച്ചാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിച്ച് കാണുമായിരിക്കും ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴേ. ഹുളി എന്ന് പറയുന്ന ശരിക്കും അതിൻ്റെ പേര് ടേൺ ഓവർ എന്നാണ്. അതായത് തിരിച്ചു മറിച്ചു ഇട്ട് ചുട്ടെടുക്കുന്ന ചിക്കൻ വിത്ത് ദിസ് ഫ്ലേവേഴ്സ്, അത്രേ ഉള്ളൂ അതിൻ്റെ ശരിക്കുള്ള മീനിങ് ഒക്കെ പറയുവാന്നേൽ. എന്നാലും നമ്മൾ ചുമ്മാ തിരിച്ചു മറിച്ചിട്ട് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു വെച്ച് എന്നാ പറയുന്നത്, ഇച്ചിരി പറയുമ്പോൾ ഇച്ചിരി വെയിറ്റോടുകൂടിയൊക്കെ നമ്മുടെ ആ പേര് പറയണ്ടേ, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് എന്നാ പറയുന്നത് ഷേക്ക് ഉണ്ടാക്കാം. ത്തോട്ട് ഒരു ഇച്ചിരി സ്ട്രോബെറീസ്, നല്ല പഴുത്ത സ്ട്രോബെറി നോക്കിയിടണേ. സീസണൽ ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, ചിലപ്പോൾ എല്ലാ സമയത്തും ഈ എന്നാ പറയുന്നത് സ്ട്രോബെറി കിട്ടുകയല്ലോ. സ്ട്രോബെറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ സ്ട്രോബെറി ക്രഷ് കിട്ടും.
അന്നേരം അത് വെച്ച് ചെയ്തേച്ചാലും മതി. ഇതിനകത്തോട്ട് ഇച്ചിരി ഐസ്ക്രീം, പാല് ചേർത്തു. ഇതിനകത്ത് പഞ്ചസാര അധികം ഇട്ടിട്ടില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീമിന് ഇച്ചിരി പഞ്ചസാര ഉണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ കൂട്ടത്തിലാണ് കഴിക്കുന്നത്. അന്നേരം പിന്നെ ഇച്ചിരി മധുരം കൂടും. അഥവാ നമ്മൾ കഴിച്ച് നോക്കിയേച്ച് എന്നതേലും ഒന്ന് വേണം എന്ന് തോന്നുവാന്നേൽ നമുക്കത് ചേർത്തേച്ചാൽ മതി. അതായത് മധുരം വേണം എന്ന് തോന്നുവാന്നേൽ ഇച്ചിരി പഞ്ചസാര ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഇതൊരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് നല്ല പ്രസന്റ് ചെയ്യണം. മാത്രമല്ല അത് ചില്ലാക്കി കൊടുക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു ഗ്ലാസ് എടുത്തോട്ടെ. ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ സിറപ്പ് ഉണ്ടല്ലോ, ഈ സ്ട്രോബെറി കുറച്ച് അതിൻ്റെ സൈഡിലോട്ടൊന്ന് ഒഴിച്ച് വെച്ച് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അത് ഇന്ന പോലെ എന്നാ പറയുന്നത് അതേ ഒരു ഫാഷനായിട്ടോ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് അതൊരു സിമ്പിളായിട്ട് വരുമെന്നൊന്നും പറയാൻ മേല. നമ്മൾ ഓരോരുത്തർ ഒഴിക്കുന്ന ഓരോ കൂട്ടല്ലേ. അന്നേരം ഇന്ന പോലെ എന്നൊന്നും പറയുവേല. അന്നേച്ച് നമ്മുടെ സ്ട്രോബെറി ഒഴിക്കുക. ഒഴിച്ചേച്ച് ഒരു 2 പീസ് കേക്ക്, കുറച്ച് സ്ട്രോബെറി മേളിൽ, കുറച്ച് സ്ട്രോബെറി മേളിൽ ഒഴിച്ചു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു എന്നാ പറയുന്ന ഒരു സ്ക്യൂവറിനകത്തോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഒക്കെയല്ല. സ്ക്യൂവർ ആകുമ്പം നമ്മുടെ ഫുൾ ഗ്ലാസ്സിന് കിട്ടുവേ. ആ സ്ക്യൂവറിനകത്തോട്ട് ഫസ്റ്റ് ഒരു കേക്ക് പീസ്, നെക്സ്റ്റ് ഒരു സ്ട്രോബെറിയും വെച്ചിട്ട് ഒരു വലിയൊരു ലോങ് സ്പൂണും കൂടി ഇട്ടേച്ച് ഇത് സെർവ് ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ അത് ഇടുകയില്ല. കാര്യം എന്നാന്നോ, ഇത് ഫ്രിഡ്ജിന് അതൊക്കെ ഇട്ട് വെച്ചാൽ നമ്മുടെ ഫ്രീസറെ കൊള്ളുകയില്ല. അന്നേരം അവർ എന്നാ പറയുക, നമ്മുടെ ഗസ്റ്റ് വരാൻ നേരവേ ഞാനത് പ്രസൻറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാ ചെയ്യാനല്ലേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗ്രില്ല് ചെയ്യാൻ ഒരു ഇച്ചിരി നേരം വേണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാന്നു. ഇത് ഞാനേ പ്ലേറ്റ് ചെയ്തേക്കാൻ എന്നാന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ വെച്ച് ചെയ്തേക്കുന്ന കാര്യം, നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് വെച്ചാൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജ്യൂസ് എല്ലാം നമ്മുടെ ചിക്കനെ പിടിക്കണം. അതുകൊണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആ പാനെ തന്നെ ഇച്ചിരി ബട്ടർ ഇട്ടാൽ നല്ല. ഞാൻ പക്ഷേ ബട്ടറൊന്നും ഇട്ടില്ല, ചുമ്മാ ടോസ്റ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഒരു സ്റ്റാർട്ടറാണ്. അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമസ്തേ നമസ്തേ നമസ്തേ. ഇതാരാ ഇത്? ഞാനിത് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അതാ, പക്ഷെ കുറച്ചുകൂടെ പരിചയപ്പെടുത്തണം. കാര്യം എന്നാന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ നിന്നുള്ള അയൽ രാജ്യം എന്നൊന്നും പറയാൻ പാടില്ല, അയൽവക്കക്കാരാന്ന് പറയാം കേട്ടോ, മൂവാറ്റുപുഴക്കാരനാ എന്നും പറഞ്ഞ്. എനിക്ക് അതിനകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്നാന്നറിയാമോ? മൂവാറ്റുപുഴയിൽ എന്റെ ആന്റി ഉണ്ട്. അറിയാമോ ആന്റിനെയൊക്കെ? ഓ നല്ല. പിന്നെ കണ്ടോ, അന്നേരം പിന്നെ ഈ പറഞ്ഞ കേട്ടോ മൂവാറ്റുപുഴ, പാല, കോട്ടയം എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അവിടുന്ന് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ഈ പല ഷോസ് കാണുമ്പോഴും നോക്കാറുണ്ട്. ഇത്രയും വൃത്തിയായിട്ട് കോട്ടയം പറയുന്നേ ഇതിനകത്തൊക്കെ ഈ ജർമ്മയിലൊക്കെ ഓടുന്ന കോട്ടയം ആൾക്കാർ എങ്ങനെ കളയാനാണ്. നല്ല കേട്ടിട്ടുണ്ടോ? വീട്ടിലെപ്പോഴും അമ്മ പറയാറുണ്ട് നല്ല നല്ല പ്രോഗ്രാമാണ്. ഞാൻ ഇങ്ങോട്ടാ വരുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ നീ അത് ഒന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചേച്ച് വരണമെന്ന് പറഞ്ഞു. ഓ അത് ശരി. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ഭഗത്, അമ്മയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. അമ്മയോട് ഞാൻ അല്ലെങ്കിലും പറയാറുണ്ട്. കാരണം സാധാരണ ഞാൻ ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള മനുഷ്യനാണ്. സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ കാര്യം, അമ്മ ഉണ്ടാക്കണം നല്ല ഭക്ഷണം, പഴയ നമ്മൾ നല്ല ടേസ്റ്റുള്ള അമ്മയുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ നടത്തും. പക്ഷെ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു തന്നു രാത്രിയിൽ.
അപ്പം ഞാൻ ചോദിച്ചു അമ്മ ഇത് അമ്മയുടെ ഇതല്ല, അമ്മ ചിക്കൻ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. അത് പറഞ്ഞു എടാ ഇത് ആനിയുടെ ഇടാന്ന് പറഞ്ഞു. പറഞ്ഞു ആനിയുടെയോ? അപ്പം എനിക്ക് അതിലൊക്കത്തുള്ള എല്ലാവരും എനിക്കറിയാം. അത് പറഞ്ഞത് ആനി, എടാ നമ്മുടെ ആനി. അത് ചേച്ചിക്ക് കിട്ടിയ വലിയൊരു ഇതാണ്. സത്യം എനിക്ക് എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അമ്മയോട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് അമ്മ എൻ്റെ ഒരു റെസിപ്പി അമ്മ വീട്ടിൽ ട്രൈ ചെയ്താൽ എനിക്ക് ഒത്തിരി എന്താ പറയാ ഒരു നിറവ് തോന്നുന്നു. മാത്രമല്ല ഇപ്പൊ പിള്ളേരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അമ്മമാർ എൻ്റെ ഡിഷ് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. താങ്ക്സ് അല്ല, പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. ആണോ? അപ്പൊ അമ്മമാർ ട്രൈ ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അയ്യോ എനിക്ക് വയ്യ, അമ്മമാരെ പോലെ പറഞ്ഞിട്ട് തരില്ല. എന്റെ അമ്മ ട്രൈ ചെയ്തതിൽ വലിയ കാര്യമാണ്. അതെന്നാ എന്റെ അമ്മ എടുത്തു പറഞ്ഞു. അമ്മ അങ്ങനെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ച ആളല്ല. അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ രുചി ഇഷ്ടമായി. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇന്ന് ഞാൻ ഭാഗത്ത് കൊടുക്കുന്ന സാധനം എന്തായാലും അമ്മയോട് വീട്ടിൽ ചെന്ന് അങ്ങോട്ട് പറയണം, അമ്മ ഇന്ന പോലെയാണ്. ഇതിന്റെ ഒരു ചിക്കന്റെ പേരെന്നാന്നറിയാവോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വിചിത്രമായ പേരാന്നു എന്നും പറഞ്ഞത് കേട്ട് പേടിക്കരുത്. ഈ പേര് കേട്ടാൽ നമുക്ക് പല സിനിമയുടെ ഒക്കെ പേര് തോന്നും, അത് ഒക്കത്തില്ല. ഇത് ഗ്രിൽഡ് ഹുളി ചിക്കൻ ആണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ലാൽ സാറ് തേന്മാവൻ കൊമ്പത്ത് മറ്റേ ഹള്ളി എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ പറഞ്ഞിട്ട് തോന്നും. പക്ഷെ അതല്ല, ദിസ് ഇസ് ഹുളി ചിക്കൻ ആണ്. ഇതൊരു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു സാലഡും കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ. ഇത് സ്ട്രോബെറി ഷേക്ക് ആണ്. ഭഗത് ഇതെല്ലാം കൂടെ കണ്ട് പേടിക്കരുത്, ചേച്ചി നല്ലതേ ചെയ്തു തരുള്ളൂ, ടെൻഷൻ ആകണ്ട. പിന്നെ ഇത് കഴിച്ചിട്ട് ഭഗതിന് മാത്രമേ നമ്മുടെ പ്രഷറോട് പറയാനൊക്കെ പ്രത്യേക ഒരു പേരല്ലേ. അതാണ്, അത് സത്യമാ ഭഗതെ പറഞ്ഞത് വളരെ ശരിയാ. അതാ അതിനോടൊരു യുദ്ധം ഒരുപാട് ചെയ്യരുത്. നല്ല ഭംഗിയായിട്ട് നശിപ്പിക്കാൻ തോന്നല്ല. ഇത് സ്ട്രോബെറി വെച്ചിട്ടാണ്, സീസണിലെ പറ്റത്തുള്ള സ്ട്രോബെറി ഉള്ള സമയത്ത്. അത് ചുമ്മാ നമ്മൾ എന്നെ പറയുന്നതോ ഈ ശരിക്കും പറഞ്ഞാൽ പലത് ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെങ്കിൽ ഇറ്റ് ബിക്കംസ് ഗുഡ്. അവർ കലാബോധമൊക്കെ വേണം എന്ന് പറഞ്ഞാൽ എന്റെ കലാബോധം കണ്ടാൽ നാട്ടുകാർ എന്നെ തല്ലും. അത് അങ്ങനെ മാത്രം പറയരുത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അമ്മ പറഞ്ഞേ, നമ്മൾ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഇങ്ങനെ കണ്ടു വരുമ്പോൾ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ നടിമാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ശോഭന ചേച്ചി, പിന്നെ ആൻ ചേച്ചി, അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ എങ്ങോട്ട് പോണേ? ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഷൂട്ടിന് പോവാ. അപ്പൊ നീ ആനയെ കാണുമ്പോ നീ തലർങ്ങി വീഴും. കാരണം അത്രയ്ക്കും ഭയങ്കര ഇതായിട്ടാണ് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പഴയ പടങ്ങളും കാര്യങ്ങളും ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ചെറിയൊരു ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിൽ അത് ഇഷ്ടം കുറയ്ക്കൊന്നും ചെയ്യില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. ഇത് കഴിച്ചോടുകൂടി കൂടിയേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഭയങ്കര ഫുഡിയാന്ന് പറഞ്ഞല്ലോ ഭഗതി, എന്നെ വിചിത്രമായി കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിന്റെ പേര് വല്ലതും അറിയോ? വിചിത്രമായിട്ട് ഞാൻ കഴിച്ചിട്ട് അപ്പൊ തന്നെ ഛർദ്ദിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അത് ഈ നമ്മുടെ സുരാചേട്ടൻ ഉണ്ടല്ലോ, സുരാചേട്ടൻ ഉണ്ടാക്കിയല്ല, ഒരു തരത്തിൽ പറഞ്ഞ് സുരാചേട്ടൻ ഉണ്ടാക്കിയതാ. ഞങ്ങൾ ദൂരം എന്ന പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാ. അപ്പോൾ അത് മലേഷ്യയിൽ വെച്ച ഷൂട്ടിന്. അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരിക സ്ട്രീറ്റിലൂടെ. അപ്പോൾ സുരാട്ടൻ പറഞ്ഞ പാടാ നമുക്ക് നടക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് വിശന്നിട്ട് രക്ഷയില്ല. അപ്പോൾ ഭയങ്കര നല്ല ഭക്ഷണമാണ് അവിടെ, എല്ലാം നല്ല ഭയങ്കര ടേസ്റ്റുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരു തട്ടുകട പോലെ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഉണ്ടാക്കുന്ന സാധനത്തിന് മണം അടിച്ചിട്ട് തന്നെ എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഓംലെറ്റ് മാത്രം മതി
രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മണം കൊള്ളുകയില്ല. കൊള്ളില്ല. ഓക്കെ. അവരുടെ ഈ സോസേജും എൻ്റെ മണാക്കുന്ന ഒരു പ്രത്യേക മണം എനിക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഓംലെറ്റ് മതി, ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് കഴിച്ചോളൂ ഓംലെറ്റ്, ഞാൻ ഉണ്ടാക്കി തരാം. പുള്ളി ഉണ്ടാക്കിയത് അത് വെറും പച്ചമുട്ടയില്ലേ അതുപോലെ ഇരിക്കുന്നു, കുറേ ഇലകളെല്ലാം ഇട്ടിട്ട് വെന്തില്ലേ എടുത്ത് എൻ്റെ ജ്യൂസി ആയിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് തന്നു. സുരേട്ടൻ നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റടാ എന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഓട്ടോ, അത്രയും ഭീകരമായിട്ട്. ഇപ്പോഴും എനിക്ക് ഓംലെറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നമുക്ക് ആ മുട്ടയോട് തന്നെ അല്ലേ? അയ്യോ, ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് പുട്ട് ഇഷ്ടമാണ്. പുട്ട് സാധാരണ ഞങ്ങളൊക്കെ വീട്ടിൽ പുട്ടുണ്ടാക്കുമ്പോ എന്നാ പറയുന്നതെന്ന് അറിയാമോ? രാവിലെ 9 മണി കഴിച്ചാല് പിന്നെ 3 മണി വരെ വിശക്കുകയല്ലെന്നാ പറയുന്നത്. ശരിയല്ലേ? ആ സത്യവാദ. അതുകൊണ്ടാണോ പുട്ട്? അത് മാത്രല്ല, പുട്ടും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ല കോമ്പിനേഷൻ ആട്ടോ അത്. പിന്നെ കപ്പ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മീനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പം പ്രോൺസും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് അതൊക്കെ. അപ്പോൾ സ്റ്റൂ അതൊക്കെ നല്ല നല്ല കോമ്പിനേഷൻ. വീട്ടിൽ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും ഇതൊക്കെ. സത്യം. അല്ലേലും ഞാൻ പറയാം, ഇങ്ങനത്തെ കോമ്പിനേഷൻസും ഇങ്ങനത്തെ ഫുഡും എല്ലാം അല്ലേലും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തോട്ട് ചെയ്യുന്നതല്ലേ. എന്നാ ബിരിയാണി ഒന്നും അവിടെ ഏക്കുവല്ല, അതെല്ലാം മലബാർ സൈഡ് തന്നെ പോണം. നമ്മള് നമ്മുടെ തട്ടത്തിൻമറയത്ത് നമ്മുടെ ടീമിന്റെ പടങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത അവിടെയാണ്, ഈ തലശ്ശേരി, കണ്ണൂര്, ആ ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെയൊക്കെ നല്ല ബിരിയാണീസ് ഒരു രക്ഷയില്ല. വിനീതേട്ടൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പ്രിയനാണ്, എല്ലാ ഫുഡും ട്രെയിനാണ്. അപ്പൊ ഇങ്ങനെ ഓരോരോ ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കും. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ സുഖേട്ടനുണ്ടാവും, ക്യാമറ സുഖേട്ടനും പിന്നെ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം. സുഖേട്ടൻ കഴിക്കണ കാണാൻ ഒരു പ്രത്യേക രാഗ. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഭക്ഷണം കഴിക്കണത് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. ചില ആൾക്കാർ സുഖേട്ടൻ കഴിക്കാൻ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ കഴിക്കും, ഭക്ഷണത്തിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് സുഖേട്ടൻ കഴിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഖേട്ടൻ കഴിക്കണം കാണാനായിട്ട്. ഭയങ്കര അഡ്മയർ ചെയ്യല്ലേ ഫുഡൊക്കെ കഴിക്കുന്നത്. എങ്ങനെ ഈ മലർവാടിയിലേക്ക് വന്നേ? അത് ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത്. എറണാകുളത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിയാണ് എൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്നെ ഓഡീഷന് വിളിച്ചു. എന്നിട്ട് പിന്നെ ഓഡീഷന് പോയി. ഓഡീഷന് ഞാനും അജുവും പിന്നെ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6000 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തു. 6000 പേരുണ്ടായിരുന്നു ഓഡീഷന്? 6000 പേരിൽ നിന്ന് 5 പേരെ സെലക്ട്. 5 പേരാണ് ഞങ്ങൾ മലർവാടിയിൽ 5 പേര്. അവിടെ ഓഡീഷന് ചെല്ലുമ്പോൾ വിനീത് എല്ലാവരും ഉണ്ടോ? ഉണ്ട്. വിനീതുമായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അഭിനയിക്കണം എന്നൊന്നും ആദ്യമേ ആഗ്രഹിച്ചല്ല. സിനിമ എങ്ങനെ വരാനാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിനിമ നടന്ന അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഓഡിഷൻ വിനീതേട്ടനെ ചെന്ന് കണ്ടു. വിനീതേട്ടന് അകത്തിരിക്കണു, എന്നോട് കയറി വരാൻ പറഞ്ഞു. കയറി വരാൻ ഞാൻ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വിനീതേട്ടൻ ഒരു സബ്ജക്റ്റ് വന്നിട്ട് പറഞ്ഞു. അജുവിൻ്റെ അടുത്ത് എൻ്റെ അടുത്തും പിന്നെ നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ടല്ലോ, പുള്ളി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയി പെട്ടെന്ന് സ്കിറ്റ് പ്ലാൻ ചെയ്ത് കല്യാണ വീട്ടിൽ ഒരു കല്യാണ വീട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ ഓരോരോ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ കളിച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ 2 കൊല്ലം കലാപ്രതിഭയായിരുന്നു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച ആ കറക്റ്റ് ടൈമിൽ നല്ലൊരു സ്കിറ്റ് പെട്ടെന്ന് മനസ്സിൽ വന്ന് അവിടെ വെച്ച് തന്നെ അത് ഇംപ്രൈസ് ചെയ്ത് അങ്ങനെ ചെയ്ത് പെട്ടെന്ന് തന്നെ അത്. അപ്പം ഭഗത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുനാളിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞോ പിന്നെ അതെല്ലാം പോയി. പിന്നെ ഒന്നും ഒരു പരിപാടികളില്ലായിരുന്നു. അത് കഴിഞ്ഞ് പഠിത്തം തിരിഞ്ഞു. ആ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. പഠിത്തം തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പഠിത്തത്തിലേക്ക് തിരിച്ചു വിട്ടു. ഞാൻ MBA ആയിരുന്നു ലാസ്റ്റ്. ഒന്നും കംപ്ലീറ്റ് ചെയ്യാറില്ല. നല്ല വെരി ഗുഡ്, മിടുക്കനാണ്. നല്ല കാര്യം. എവിടെ MBA ചെയ്തത്? UK-ലായിരുന്നു. UK-ൽ ഇത്രയും കാശ് മുടക്കി ചെയ്തേച്ച് മോൻ കംപ്ലീറ്റ് ചെയ്യാതെ വീട്ടിൽ ചെന്നപ്പോ അപ്പനും അമ്മ എന്നാ പറഞ്ഞു? എന്ത് പറയാൻ, മോനെ വരൂ, ആ പാട് ഇപ്പോഴും പുറത്തുണ്ട്. നല്ല സ്വീകരണമായിരുന്നല്ലേ? നല്ല സ്വീകരണം. ഇഷ്ടപ്പെട്ടില്ല MBA? അല്ല, MBA ചെയ്യാൻ വേണ്ടി പോണ സമയത്താണ് എനിക്ക് ഇവിടെ മലർവാടിയിൽ സെലക്ഷൻ ആയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. മനസ്സിനകത്ത് ഇതങ്ങ് കേറി കഴിഞ്ഞല്ലോ, അന്നേരം പിന്നെ എവിടെയാ കിട്ടി കഴിഞ്ഞു പിന്നെ കളയണ്ടെന്ന് തോന്നി. പിന്നെ കാലൊക്കെ പിടിച്ച് ഒരു വിധത്തില് അപ്പനും അമ്മയെ സമ്മതിച്ചോ? വിനീതേട്ടൻ വിളിച്ചു പറഞ്ഞു, ഭയങ്കര ടാലന്റ് ഉള്ള ആളാണ്, ഒരു കാരണവശാലും അവന് ഒന്ന് ചെയ്യട്ടെ. വിനീതേട്ടൻ്റെ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, പുള്ളിക്കാരൻ സാധാരണ സംസാരിച്ചാൽ മതി, ഏതൊരു മനുഷ്യനും ആണല്ലേ ചെയ്യാല്ലേ മോനെ എന്ന് ചോദിക്കും. അതാണല്ലോ വിനീതേട്ടൻ.
അതാ ചുരുക്കം പറഞ്ഞ ഒരു മൈൽഡ് ആ രീതിയിൽ ഒറ്റ ബ്രെയിൻ വാഷ് മനുഷ്യനാണ് ചെയ്ത് എന്റെ ജീവിതം നീറ്റാക്കി ഇങ്ങനെ ആക്കിയത്. ശീല. വിനീത് ഭയങ്കര പങ്ക്ച്വലും അങ്ങനെയൊക്കെയാണ്. ആണ് എല്ലാ കാര്യത്തിലും ഭയങ്കര ഇതാണ്. എങ്ങനെ കറക്റ്റ് ടൈം നമ്മുടെ അടുത്ത് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന പങ്ക്ച്വാലിറ്റി വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയാണ് എല്ലാം. നമ്മുടെ ഒരു ഗുരുസ്ഥാനത്ത് ദേഷ്യം വന്നിട്ടുണ്ടോ വിനീതിന്? ഒരിക്കൽ ഞാൻ ദേഷ്യം കണ്ടത് ഫസ്റ്റ് പടം മലർവാടിയിൽ ഒരു സമയത്താണ് ദേഷ്യം കാണിച്ചത്. സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. മാഹി പാലം ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ പറഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. മാഹി പാലം അതിന് പെർമിഷൻ എടുത്തിട്ട് പാലത്തേൽ ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സാധനം ചെയ്യുക. അപ്പോൾ എൻ്റെ ലിറിക്സ് ഞാൻ പഠിച്ചില്ല. അയ്യോ, മറന്നുപോയി. കാരണം ഈ അങ്ങോട്ട് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഭയങ്കര തിരക്കാണ് അവിടെ. ഓടി വന്നിട്ട് ചേട്ടാ ലിറിക്സ് എല്ലാം ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞു. പിന്നെ അവിടെ എന്തായാലും സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവില്ല. കാരണം ഇത്രയും അപ്പോഴാണ് മനസ്സിലാവില്ല ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന സംഭവം, ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്നുള്ളത്. പിന്നെ എല്ലാവരും ഡീസൻ്റ്, ഒരൊറ്റ വഴക്കോടുകൂടി എല്ലാവരും നന്നായി. അതെനിക്ക് തോന്നുന്നു വിനീതിന് അത്രയും ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക് അല്ലേ. ഒരു രക്ഷയില്ല. ഞങ്ങൾ പറയും ഈ പട്ടി പ്രസവിച്ചിറക്കണവരെയാണ് വിനീതേട്ടൻ. അടുത്തേക്ക് എന്ത് കഴിഞ്ഞാൽ ശരിയാവില്ലായിരുന്നു. ഓമനിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ശ്രീനേട്ടൻ വരുമായിരുന്നു സെറ്റിലൊക്കെ? ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ശ്രീനേട്ടൻ അണ്ടർ വിനീത് ചെയ്തു. ശരി, അതെന്താ എക്സ്പീരിയൻസ് പറഞ്ഞേ? മോൻ എങ്ങനെ അപ്പനെ ഡയറക്ട് ചെയ്തു? അവര് തമ്മിലൊരു ഇതുണ്ടല്ലോ, ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് രണ്ടുപേരും. ഇതുവരെ ചെയ്ത റോൾസ് എല്ലാം ഏതാണ്ട് ഒരു കൂട്ടാണോ? ഒരേ കൂട്ടാണോ? പലതരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തു വെച്ചാണ്. പക്ഷെ എന്നാലും ഒരു കോമഡി ടച്ച് ഉള്ള സാധനങ്ങളാണ്. കോമഡി ആയിട്ടാണോ കൂടുതലും കിട്ടുന്നത്? കോമഡിയാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു വിനീതിന്റെ കൂടെ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തേ. വിനീത് അല്ലാതെ ചെയ്ത പിന്നെ ചെയ്ത് ഡോക്ടർ ലവ് എന്നുള്ള പടം ചെയ്തു, ബിജുചേട്ടൻ്റെ കൂടെ, ബിജു അരിക്കുറ്റി. പിന്നെ പാതിരാമണലിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഒരു 10-30 പടങ്ങൾ ചെയ്തു. പക്ഷെ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന മലർവാടി ഫ്രണ്ട്സ് ഇപ്പോഴും നല്ല തീർച്ചയായിട്ടും അതാണ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു. ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ്. പിന്നല്ലേ, അവരുള്ളതുകൊണ്ടാണ്, കൂട്ടുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും പിടിച്ചേക്കുന്നത്. ശരിക്കും അതൊരു ക്ലബും ഒക്കെ ചേർന്നിട്ട് ഒരു ഫിലിം അല്ലേ? പയ്യന്മാരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ക്ലബ്ബ് ഫോം ചെയ്യുക, അങ്ങനെ വല്ല നാട്ടില് മറ്റൊരു ഇപ്പൊ എനിക്ക് വിശ്വാസമായി പടം കണ്ടു എന്നുള്ളത്. പറഞ്ഞേ, നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിന്നെ നാട്ടില് കൂട്ടുകാരുടെ ബേളല്ലേ. എനിക്ക് നാടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാ. ശരിക്കും പറഞ്ഞാൽ നാട്ടില് ഏറ്റവും അടുത്ത് കൂട്ടുകാർ. ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണക്കാരനായ അങ്ങോരുത്തരുണ്ട്. ഞാൻ ഇപ്പം എല്ലായിടത്തും പറയാറുണ്ട്, ലിഞ്ചു എന്നാണ് ആളുടെ പേര്. ആളൊരു പ്ലംബറാണ്, എൻ്റെ കൂട്ടുകാരൻ. ആള് സ്പോണ്ടനിയസ് കോമഡിയുടെ ആളാണ്, ആ തുറന്ന കോമഡിയാണ് ആളുടെ. പുള്ളിക്കാരനും ഞാനും പിന്നെ സെബാൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോഴും. ഇപ്പോൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ അമ്മമാരൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെബാൻ എന്ന് പറഞ്ഞ ഈ ആളും അവനാണ് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ചെല്ലണം. അവിടെ ഞങ്ങൾ ഈ ഓഡീഷൻ്റെ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് എല്ലാം ഭയങ്കര ഹൈറ്റും നല്ല സുന്ദരക്കുട്ടന്മാരെ ആൾക്കാരാണ് മൊത്തം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് ശരിയാവില്ല കേട്ടോ, നമുക്ക് പോവാം. കാരണം എല്ലാം ഭയങ്കര നല്ല സെറ്റ് ആൾക്കാർ, ഗ്ലാമറസ് ആൾക്കാരാണ്. നമ്മൾ വെറുതെ അതിനകത്ത് കയറി നിന്നിട്ട് വെറുതെ കാര്യമില്ല, നമുക്ക് പോവാം വാ. അപ്പോൾ താഴെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി, താഴെ വണ്ടിയിലെത്തിയപ്പോൾ ലിഞ്ചു എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, ഡാ അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിനക്കുണ്ടാവും, പറയാൻ പറ്റില്ല, നമുക്കൊന്ന് കയറി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വാക്കിൻ്റെ പുറത്ത് കയറി ട്രൈ ചെയ്ത് ആണ് ഇവിടെ എത്തിയത്. ദൈവാനുഗ്രഹമുണ്ട്, കണ്ടോ, പുള്ളിയുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടാ പെട്ടെന്ന് പറയിപ്പിച്ചാലേ പോവാൻ നിന്നല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞോട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇപ്പൊ എങ്ങനെ കാണാൻ നോക്കുവോ? അതല്ല, യുവർച്ചകളിലേക്ക് എത്തട്ടെ. ഏറ്റവും ഇഷ്ടം ചെയ്യാനുള്ള ഒരു കൊമേഡിയൻ ആണോ, സീരീസ് ആണോ, അതോ യൂത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് നല്ല ക്യാരക്ടറുകൾ ചെയ്യാന്നുള്ള, എനിക്ക് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്താ പറയാ, ഡെപ്തുള്ള ക്യാരക്ടർ. ഓക്കെ, അന്ന് അങ്ങനെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ
വേനലൊടുങ്ങാതെ എന്ന് പറഞ്ഞിട്ട് TRS സാറിൻ്റെ സ്ക്രിപ്റ്റിൽ. പക്ഷേ അങ്ങനെ എനിക്ക് പടം കാണാൻ പറ്റില്ല. അയ്യോ അതിനാ പറ്റി. കാരണം പടം ഈ മറ്റേ ഫെസ്റ്റിവൽ മൂവി ആയിട്ട് പോവുക ചെയ്തത്. ഓ അത് ശരി, അങ്ങനെ അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല എനിക്ക്. സ്റ്റിൽ വെയിറ്റിംഗ് അല്ല ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ കിട്ടാൻ. എനിക്ക് ശരിക്കും ഏട്ടനൊക്കെ എപ്പോഴും പറയും ഭഗത് ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് എപ്പോഴും പറയും. ശരിക്കും എന്നാന്ന് വെച്ചാൽ ഭയങ്കര ബാലൻസ്ഡ് ആണ്, വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അല്ലേ. വീട്ടിൽ ഇത്രയും ഒക്കെ നമ്മൾ ഫെയിം എത്തിയിട്ടെ അപ്പനമ്മ എന്നാ പറഞ്ഞു, പഠിത്തം നിർത്തിയത് കുഴപ്പമായെന്നോ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സമാധാനമായി. കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോകണ്ട, കുറച്ചുകൂടെ ഒന്ന് കേറി വന്നാൽ നല്ലതാന്ന് പറയാം. അങ്ങനെ മറ്റേ പഠിക്കാതെ വീട്ടിൽ വന്നതിന് നല്ല തന്നതാണ്. പക്ഷെ മാക്സിമം നമ്മൾ വർക്ക് ഹാർഡ് വേണ്ടേ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര മടിയനായിരുന്നു. ഈ ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, മടിയൻ എന്ന് പറഞ്ഞാൽ പഠിത്തം പകുതി മുറിച്ച് വെച്ച് വന്നപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. ഇച്ചിരി മെനക്കെടാൻ ഇച്ചിരി പ്രയാസമാ അല്ലേ? അതുപോലെ അപ്പൻ ഒന്ന് അലച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിപ്പോ മര്യാദ ചോദിച്ചാൽ അന്ന് അപ്പൻ ഇച്ചിരി കോംപ്രമൈസ് ആയതാ. ഒരു മോനേ ഉള്ളു അപ്പന്? ഒരു മോനും ഒരു മോളും. മോളും ഉണ്ട്. എനിക്ക് ഒരു മോൻ. മൂത്തതാണോ ഭഗത്? ഞാൻ മൂത്തത്. ഇളയ അനിയത്തിയാ. പക്ഷെ അവളാണ് എന്നെക്കാളും മിടുക്കി. പപ്പ ഇല്ലേ? എന്റെ പൊന്നങ്കിളെ ഇത് കേട്ടല്ലോ അല്ലെ, അന്ന് പപ്പ ആ കൊടുത്ത മുതത്തിന് കൊടുത്തത് കണക്കിനൊന്ന് കൊടുത്തായിരുന്നെങ്കിൽ കുഞ്ഞൊന്നും മിടുക്കനായേനെന്ന് കേട്ടോ. എന്നാലും കുറ്റം പറയാനൊക്കെ അല്ലല്ലോ അപ്പൻ. ഇനി അപ്പൻ ചെയ്യാഞ്ഞിട്ടാന്ന് ഇനി നാളെ പറയുമല്ലോ മോൻ. പപ്പ ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. എപ്പോഴും പറഞ്ഞാൽ പപ്പയ്ക്ക് ഒരു കോമഡി ഒക്കെ നമ്മൾ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിരിക്കുമ്പോ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഭയങ്കര അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. കാരണം പഴയ ഒരു നക്സലായിരുന്നു. അതാണ് ഭഗത് എന്ന് പേര് വന്നത്, ഭഗത് സിംഗിന്റെ ഭഗത്ത് വന്ന്. അപ്പൊ പപ്പ പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിജീവി ടൈപ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെയല്ല, നല്ല റീഡിംഗ് ഉള്ള ഒരു വ്യക്തിയൊക്കെയാണ്. നേരെ ഉൾട്ടയാണ്. അമ്മയും പപ്പയും മോളും പെങ്ങള് അവള് സൈക്കോളജി ആണ് അവള് ചെയ്തോണ്ടിരിക്കുന്നത്. അവള് MA ലൈഫ് സ്കില്ല് കഴിഞ്ഞിട്ട് ഇപ്പൊ ആളിച്ചിരി പുലിയാണ് പുള്ളിക്കാരി. അവര് തമ്മിൽ സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങളുണ്ടാവും, പപ്പയും മോളും തമ്മിൽ. ഇതിന്റെ ഇടയ്ക്ക് ലോക കോമഡിയും പറഞ്ഞായിരിക്കും അമ്മ വന്നത്. ഒരു വെളിവില്ലാത്ത 2 എണ്ണം എന്ന് പറയും. ഒന്നും അറിയത്തില്ല. എനിക്ക് ആ സീൻ വിഷ്വൽ ചെയ്യാം കേട്ടോ. നല്ല ചോദിക്കാം അമ്മ എന്നാ റിയാക്ഷൻ ആയിരിക്കും അമ്മയുടെ. എന്തേലും വലിയ കാര്യം അമ്മ അതെ, അമ്മ ഇത്രയും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് മോനെ ഇങ്ങനെ പുന്നരിച്ചൊക്കെ വളർത്തിയേ. ഈ ലണ്ടനിൽ പോയി കിടന്ന് ശരിക്കും അമ്മയെ മിസ്സായിട്ടാണോ? തീർച്ചയായിട്ടും അത് കളഞ്ഞേച്ചിങ്ങ് പോന്നേ. അമ്മയെന്നല്ല, ഹോം സിക്നസ് എനിക്ക് അങ്ങനത്തെ സംഭവം എനിക്കില്ല. ഞാൻ ഭയങ്കര അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എവിടെയും കൊണ്ടേ ഇടാം, കുഴപ്പമില്ല. പക്ഷേ അമ്മയുടെ ഭക്ഷണം ഉറപ്പായിട്ടും, പിന്നെ അമ്മയുടെ സ്നേഹം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കാനില്ല. ആകെ ഒരു ചിക്കൻ മേടിക്കുക. ഞാനും കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ വാങ്ങുക, അത് കറി വെക്കുക, കുറച്ച് ചോറുണ്ടാക്കുക, അതിൽ കൂടുതൽ എന്ത് പരിപാടി. പിന്നെ സമയമില്ലല്ലോ, പിന്നെ ജോലി കാര്യങ്ങള്, പഠിത്തം, ജോലിയും പഠിത്തവും കൂടെ ഒരുമിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഈ പുതിയ പ്രോജക്റ്റ് ഒക്കെ എന്നാ? പുതിയത് വരുന്നത് പോപ്കോൺ എന്ന പടമാണ് വരാൻ പോകുന്നത്. പോപ്കോൺ കിൻഡർ ജോയ് എന്നായിരുന്നു പടത്തിൻ്റെ പേര്. കിൻഡറായിട്ട് ഷൈനും ജോയി ആയിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. സൗബിനുണ്ട്, ശ്രദ്ധയുണ്ട് ആ പടത്തിൽ. അനീഷ് ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ, അനീഷ് ഉപാസന. അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ പോപ്കോൺ എന്നാക്കി. 19-ാം തീയതി ആണ് റിലീസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. പിന്നെ ദൂരം എന്ന സിനിമ, അത് മക്ബൂലും. ഇതെല്ലാം വേറെ വേറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്? ഓൾമോസ്റ്റ് ഒരു സെയിം ആയിട്ടുള്ള ക്യാരക്ടർ അല്ല? ശരിക്കും ഇങ്ങനെ ഈ യൂത്ത് കോളേജ് അങ്ങനെ വരുന്നുണ്ടോ? കൂടുതലും അങ്ങനെയാണോ വരുന്നത്? ഓ അത് ശരി. അല്ലാതെ മറ്റേ ഡീപ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഏതാ കംഫർട്ട് ആയിട്ട് തോന്നുന്നത്? കോമഡി ചെയ്യാനാണോ, സീരിയസ് ചെയ്യാനാണോ, അതോ യൂത്തിന്റെ ആണോ? അങ്ങനെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എല്ലാം കുഴപ്പമില്ലാണ്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം ചെയ്യാൻ നോക്കും. പക്ഷെ നമുക്ക് ഏറ്റവും സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ചെയ്താണ്. കോമഡി ഇഷ്ടമാണ്. പക്ഷെ പൊതുവെ എല്ലാവരും കോമഡി ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്നാന്നറിയാം ഭഗത്, ശരിക്കും കോമഡി ചെയ്യാൻ ഭയങ്കര പാടാന്നാ പറയുന്നത്. ഇവിടെ കൽപ്പനേച്ചിയൊക്കെ വന്നപ്പോൾ കൽപ്പനേച്ചി എപ്പോഴും പറയുമായിരുന്നേ എല്ലാവരുടെയും വിചാരം എളുപ്പമാണ്, പക്ഷെ ഇച്ചിരി പാടാന്ന്. അതിനോട് യോജിക്കുന്നു. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം കേട്ടോ. ശരിക്കും പറയാം, നമ്മൾ ജീവിക്കുമ്പോൾ നല്ല സന്തോഷിച്ച് ജീവിക്കണ്ടേ അല്ലേ? ഏത് നേരം ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന ഒരു കാര്യമില്ല. ഞാൻ എല്ലാവരും ഒന്ന് ചിരിക്കാൻ പാടില്ല, എന്തെങ്കിലും പൈസ തന്നെ. സത്യമാണ്. ഒന്ന് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും പറ്റാനില്ല.
ഒരാൾ നമ്മളെ ഏതൊക്കെ ചിരിക്കുമ്പോൾ ചുമ്മാ ചിരി കൊടുത്ത് ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ആ ചിരി കാണുന്ന ആൾക്ക്. സത്യം. ചില ഷോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചില ഷോയിലൊക്കെ ആൾക്ക് നല്ല കോമഡി ആയിരിക്കും, നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പും. ചില ആൾക്കാർ കണ്ടല്ലോ ഒരു കാര്യമില്ല, ഉള്ളിൽ ചിരിക്കണ്ടാവും, ലോക ചിരിയായി കണ്ണ് നിറയണ്ടാവും ഉള്ളില്, പക്ഷെ ഇവിടെ മുഖത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വെയിറ്റ് പോകുന്നില്ല. കാര്യമില്ല, മനസ്സ് തുറന്ന് ചിരിച്ച എന്നാ സന്തോഷമല്ലേ. പണ്ട് സത്യം പറയാലോ, നമ്മുടെ ഷോയില് നോബി വന്നേ, ഇവിടെ വന്നിട്ട് എന്റെ കവളൊക്കെ നൊന്നിട്ട് എനിക്ക് വയറ് വരെ നൊന്തു, അത്ര ചിരിപ്പിച്ചു. എനിക്കൊരു ഫ്രണ്ടിന്റെ ഇടയിൽ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, ഒരു ഫിഷ് ടാങ്ക് മേടിച്ചതും പുള്ളി 8,000 രൂപയ്ക്ക്. അത് എന്റെ കൂടെയുള്ള റെമോ എന്ന് പറഞ്ഞ ആളാണ്, എന്റെ കൂട്ടത്തിലുള്ള ആളാണ് റെമോ. അവൻ ശരിക്കും പറഞ്ഞാൽ ഷാജൽ എന്നാണ് അവന്റെ പേര്, എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവന്റെ വീട്. എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പുള്ളിക്കാരൻ. ഈ റെമോ ഒരു കോമഡി പറയും, നോബി ഒരു കോമഡി പറയും. ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഇവന്റെ കുറേ കോമഡികളുണ്ട്. കുറേ കോമഡികൾ എന്ന് പറഞ്ഞാൽ കുറേ, ഒരു ഫ്രണ്ടിന്റെ പിന്നെ ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ തലേന്ന് ആ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയ കഥകളൊക്കെ. അങ്ങനെ പെങ്കൊച്ചിന്റെ കഥ ഇവൻ അത്യാവശ്യം ഗുണ്ടായിസവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവനുണ്ട്. ആളിങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടെ വന്നിട്ടുണ്ട് ആളിങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട് കാര്യങ്ങൾ. അങ്ങനെ പുള്ളിയുടെ ചിന്ത, പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്, ഞാൻ ഒരു ഇതാണ് ഗുണ്ടയാന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, എടാ ഞാനൊരു പെണ്ണെ സ്നേഹിക്കുന്നുണ്ട്, അവളുടെ കല്യാണമാണ്, അപ്പം ഇക്ക എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇക്ക എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പം ഇക്ക എന്നൊക്കെ വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ അത് ഭയങ്കര ഒരു ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം നീ രാത്രി പോകാൻ റെഡി ആയിരിക്കും, അവളെ വിളിച്ചു പറയാം, ഒറ്റ ഓൺ അടിക്കും, അവൾ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്ത് വീടിൻ്റെ വാതൊക്കെ തലേദിവസം രാത്രി പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റ ഓൺ അടിച്ചു, കറക്റ്റ് പെണ്ണ് കേട്ടു, പെണ്ണിറങ്ങി വന്നു, വണ്ടിക്കകത്ത് കയറി, ഗ്ലാസ് പൊളി, ഒറ്റയടി ഗ്ലാസ് പൊളിഞ്ഞു. കാരണം ഈ വിവരം അറിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ സൈഡിലെല്ലാം പള്ളലിരിപ്പുണ്ടായിരുന്നു. ഏറ്റില്ല. ഇവർ കറക്റ്റ് വണ്ടിയുടെ ലൈറ്റിന് ഫ്രണ്ട് ഇവർ എഴുന്നേറ്റ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. ഇവൻ നേരെ പുറത്തിറങ്ങി, ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചപ്പോൾ ഇവൻ്റെ റെയിൽവേ, കാരണം ഇവൻ റെൻറ്റിന് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്, ഔട്ടായി. ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഇവൻ ഈ പെണ്ണിനും എന്തായാലും ഉറപ്പാണ് പ്രശ്നം. ഈ പെണ്ണും ചെറുക്കനും പൊക്കോട്ടെ എന്ന് പറഞ്ഞു. രക്ഷപ്പെടണല്ലോ, അവരെ രക്ഷപ്പെടുത്തണമല്ലോ. ഇവൻ പറയാം, എടാ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അന്ന് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവനോട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവൻ പറഞ്ഞത്. മെറ്റോമാരെ മുഴുവൻ തള്ളി പിടിച്ചിട്ട് ഈ പെണ്ണിൻ്റെ ആങ്ങളമാരെയൊക്കെ തള്ളി പിടിച്ചിട്ട് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. ഇവൻ വണ്ടി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ കൂട്ടുകാരൻ വണ്ടി വിട്ടു പോവാ. മനസ്സിലായി? ഈ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണം. 5 പേര് ഇവൻ തന്നെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് കൂട്ടുകാരൻ പെണ്ണെ കൊണ്ടുപോയി. പിന്നെ ഈ 5 പേരെ കൂടെ ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് വരാം. അതെ, ഈ ചില കഥകളൊക്കെ പറഞ്ഞിറങ്ങാം, നിങ്ങളുടെ ഇടയിൽ റിമോ കഥകളെന്ന് പറഞ്ഞിറക്കാം കേട്ടോ. ഭയങ്കര ഗുണ്ടയാട്ടോ, പക്ഷെ ഇരുട്ടിനെയും പ്രയത്നം പേടിയാ. രാത്രി 3 മണിക്ക് എവിടെയെങ്കിലും ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇവനെ വീട്ടിൽ ഞാൻ കൊണ്ടുവരണം. എല്ലായിടത്തും പുള്ളി എൻ്റെ കൂടെ ഉണ്ടാവും. ഇവൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പൊ പോപ്കോണിനകത്ത് ഒരു സീൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്റെ ദൈവം, എന്നാ നമുക്ക് ആ സിനിമ എന്തായാലും കാണണം. അതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് കൂടെ വന്നിട്ടുണ്ടോ പുള്ളി? ഒന്ന് വിളിക്കണേ. സ്റ്റാഫുമല്ലോ, സത്യം പറഞ്ഞ ഈ ക്യാരക്ടറിനെ കാണണമെന്ന് ഞാനും അതെ എൻ്റെ പ്രേക്ഷകരും പറയാം. കുറെ നാളായിട്ട് നോബി വന്ന് പോയ സമയം തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ഉന്നിട്ട് വെച്ചേക്കുമായിരുന്നു. എന്നാ കഥകളാണോ കേട്ടെ. ഈ ശരിക്കും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ ഇഷ്ടമുണ്ടോ റിമോയ്ക്ക്? റിമോ സ്പോട്ടിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറയും. അതും അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെവിയിൽ ചേട്ടാ അതങ്ങനെ രസമുണ്ടാവും, അത് ചേട്ടാ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാ അത് നല്ലതായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ഇവൻ വന്ന് പറഞ്ഞ സാധനമായിരിക്കും ഏക്കുന്നത്. ഇവൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത്, ചേട്ടാ നീ പറഞ്ഞത് ആൾക്കാർ ചിരിക്കണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ,
അതങ്ങനെയാട്ടാ ലോ ക്ലാസ്സിനെ ഇഷ്ടപ്പെടുമെന്ന് പറയും പുള്ളി. ഈ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഈ ഫസ്റ്റ് ടൈം അഭിനയിച്ചാണോ പോപ്കോണിൽ? ശരി. ഡയറക്ടർ ചോദിച്ചാ? ഡയറക്ടർ ഇതുപോലെ തന്നെയായിരുന്നു. ഡയറക്ടറുടെ ഏറ്റവും സ്ട്രെസ് ഉള്ള സമയങ്ങളിൽ റിമോട്ട് കോമഡികളായിരുന്നു അവിടെ സെറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അനീഷേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അനീഷേട്ടന് എടാ നമ്മൾ എന്ത് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ ഒരു സീക്വൻസ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓർമ്മ വന്നു. അപ്പോൾ പുറമെ ഓടി വന്നിട്ട് ചേട്ടാ നമുക്കൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് പറഞ്ഞു. ആ സീക്വൻസ് തന്നെ അനീഷേട്ടൻ അങ്ങനെ തന്നെ അത് പ്ലേസ് ഇവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. വെരി ഗുഡ്. നല്ല കാര്യം.